Hello guys, welcome back to my channel. Last video sum function എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഈ വീഡിയോയിൽ സം ഇഫ് ഫംഗ്ഷൻ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ലാസ്റ്റ് ഉണ്ടായിരുന്ന വീഡിയോയിൽ ഉണ്ടായിരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു സം കൊടുക്കുക, സമ്മിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള റേഞ്ച് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോട്ടൽ എമൗണ്ട് കിട്ടും. ഇവിടുത്തെ കൺസേൺ എന്ന് പറയുന്നത് ഇത് ഒരു ഷോപ്പിൽ നടന്ന സംഭവങ്ങളാണ്. ഇവിടെ അതിൽ കച്ചവടം ചെയ്യുന്നത് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഡയറി പ്രോഡക്ട്സ് ഉണ്ട്. ഇങ്ങനെ 3 ഐറ്റമാണ് ചെയ്യുന്നത്. അപ്പൊ എൻഡ് ഓഫ് ദ ഡേയിൽ അയാൾക്ക് വെജിറ്റബിൾസ് എത്ര രൂപയ്ക്ക് സെല് ചെയ്തു, ഫ്രൂട്ട്സ് എത്ര രൂപയ്ക്ക് സെല് ചെയ്തു, ഡെയിലി പ്രോജക്റ്റ് എത്ര രൂപയ്ക്ക് സെല് ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സം ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ അതിന് ഈക്വൽ ടു കൊടുക്കുക, സം ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം കാണുന്ന സം ഇഫ് ഡബിൾ ടാപ്പ് ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെ വരും. ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ കാറ്റഗറീസ്. ആ കാറ്റഗറി നമ്മൾ ട്രാക്ക് ചെയ്ത് കൊടുക്കുക, കോമ കൊടുക്കുക. അടുത്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്ത് ബേസിസിലാണ് നമ്മൾ സം എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ. ആദ്യം എടുക്കാൻ പോകുന്ന വെജിറ്റബിളിന്റെ സം വെജിറ്റബിൾ കൊടുക്കുക, കോമ. അടുത്ത് സം റേഞ്ച്, നമുക്ക് സെയിൽസ് വാല്യൂ ആണ് സം റേഞ്ച്. സോ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് 3 സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടി, വെജിറ്റബിൾസിന്റെ സം കിട്ടി. അപ്പോൾ അന്നൊരു ദിവസം കച്ചവടം നടന്നെന്ന് പറയുന്നത് 8770 രൂപയ്ക്കാണ്. അതിൽ വെജിറ്റബിൾ ചെയ്തിരിക്കുന്നത് 2820 രൂപയ്ക്കും ചെയ്തു എന്ന് കിട്ടി. അതുപോലെ ഫ്രൂട്ട് നമുക്ക് അതും കൂടെ കണ്ടുപിടിച്ച് നോക്കാം. സം ഇഫ് ഞാൻ ടാബ് കൊടുക്കുകയാണ്, റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ, ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഫ്രൂട്ട് ആണ്, ആൻഡ് സെയിൽസ് റേഞ്ച്. സോ എൻ്റർ കൊടുക്കാം. ഫ്രൂട്ട്സ് എത്ര രൂപയ്ക്ക് വിറ്റു എന്നുള്ള എമൗണ്ട് ഈക്വൽ ടു അതുപോലെ ഡയറി പ്രോഡക്ട്സ് നോക്കണം. സം റേഞ്ച്, കോമ, കാറ്റഗറി, കോമ, സെയിൽസ് റേഞ്ച്, എൻ്റർ. നമുക്കിത് 3 എമൗണ്ടും കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ എടുത്ത് നോക്കാം. ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് അപ്ലൈ ചെയ്ത അതേ ഫോർമുല തന്നെയാണ്. ടോട്ടൽ ഈക്വൽ ടു സം, ടാബ് കൊടുക്കുക, അപ്പോൾ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആവും. ഇനി നമുക്ക് ആവശ്യമുള്ള റേഞ്ച് എടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടും. അപ്പൊ ഈ ടോട്ടലും സെയിം ആയപ്പോൾ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എന്താണ്, കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ സം ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആൻഡ് ഒരു കാര്യം, അപ്പൊ ഇതിൽ നിങ്ങൾ കണ്ടറിയാലോ, ഇതിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, ഇതിൽ നമ്മുടെ റുപ്പീസിന്റെ ചിഹ്നം വന്നിട്ടുണ്ട്. അതെങ്ങനെ ഇവിടെ കൊണ്ടുവരാമെന്ന് കൂടെ മനസ്സിലാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, എവിടേക്ക് അത് വേണമോ അത് അത്രയും സെല്ല് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നേരെ ഫോർമാറ്റ് സെല്ലിലേക്ക് പോവുക. ഇവിടെ കറൻസി എന്ന് പറയുന്ന ഓപ്ഷനോട്ട് വരിക. ഈ കറൻസിയിൽ നമ്മുടെ സിമ്പിൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ രൂപയുടെ സിമ്പിൾ എടുക്കുക. ഇത് യൂറോ ആണ്. സോ താഴോട്ട് വരുമ്പോൾ കണ്ടോ, ഇതിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ ചിഹ്നം വരും. അല്ല മലയാളം ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ആ ദിവസം വെജിറ്റബിൾ ഇത്രയും രൂപ, ഫ്രൂട്ട്സിന് ഇത്രയും രൂപ, ഡയറി പ്രോഡക്ട്സ് ഇത്രയും രൂപ, എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു സം ഇഫ് ഫംഗ്ഷൻ നമ്മളിപ്പോൾ യൂസ് ചെയ്യും. I hope you are enjoy this video. So see you on next video. Bye bye guys.